മിമിക്രിക്കാരൻ, പാരഡി പാട്ടുകാരൻ എന്നിങ്ങനെ കരിയറിൻ്റെ തുടക്കത്തിൽ നിന്നും പിന്നീട് സംവിധായകൻ, നടൻ, സംഗീത സംവിധായകൻ, നിർമ്മാതാവ് എന്നിങ്ങനെ പല റോളുകളിൽ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് നാദിർ ഷാ. തൻ്റെ സംഗീത ജീവിതത്തെക്കുറിച്ച് താരം പങ്കുവച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറിയത്. ഒരിക്കൽ ദാസേട്ടൻ്റെ പാട്ടിന് സംഗീതം ഒരുക്കിയെങ്കിലും അവസാന നിമിഷം അദ്ദേഹം പാടാതെ മാറ്റിവെച്ചു. പിന്നീട് ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ കേട്ട മറുപടിയെക്കുറിച്ചാണ് ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ നാദിർ ഷാ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മിമിക്രിയിൽ നിന്നും നാദിർ ഷാ പാരഡിയിലേക്ക് വന്നതിനെപ്പറ്റി താരം പറയുന്നത് ഇങ്ങനെയാണ്. അന്ന് മിമിക്രിക്കാരനായതിനാൽ കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് കമ്പനിയിൽ ജോലി തുടർന്നത്. നൈറ്റ് ഷിഫ്റ്റിൽ മാത്രമായിരുന്നു ജോലി. നല്ല ഇരുട്ടുള്ളപ്പോൾ പലപ്പോഴും ഒറ്റയ്ക്കിരിക്കേണ്ടി വന്നിട്ടുണ്ട്. പേടിയൊക്കെ തോന്നാറുണ്ടെങ്കിലും ആ പേടി കളയാനും സമയം കൊല്ലാനും ഒക്കെ വേണ്ടിയാണ് പാരഡി പാട്ട് തുടങ്ങിയത്. സുഹൃത്ത് ജോർജിനെ കളിയാക്കിയാണ് ആദ്യത്തെ പാരഡി. പിന്നെ യാത്ര പോകുമ്പോൾ കൂട്ടുകാരെ കളിയാക്കാൻ വേണ്ടി വേറെയും പാരഡികൾ എഴുതി. പാരഡിയിൽ എനിക്ക് ഭാവിയുണ്ടെന്നും കാസറ്റ് ഇറക്കണമെന്നും പറഞ്ഞത് അബിയാണ്. അതിനു മുമ്പ് പാരഡി കാസറ്റിൽ പാടാൻ അവസരം വേണമെന്ന് പലരോടും ചോദിച്ചെങ്കിലും കിട്ടിയില്ല. ക്രമേണ എൻ്റെ കാസറ്റുകൾ ഹിറ്റായി. അതിനുശേഷവും പലരും എൻ്റെ ഫോട്ടോകൾ ഉപയോഗിച്ച് പാരഡി കാസറ്റ് ഇറക്കി. എൻ്റെ ഫോട്ടോ ഉപയോഗിക്കുന്നതിനൊപ്പം ഞാൻ പറയുന്നത് പോലൊരു ഡയലോഗും ഉണ്ടാവും. ഞാൻ ഈ കാസറ്റിൽ ഇല്ല, എങ്കിലും നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ എന്നായിരിക്കും ഡയലോഗ്. അവസാനം ഗസറ്റിൽ മുന്നറിയിപ്പ് കൊടുത്താണ് ആ പരിപാടി നിർത്തിച്ചതെന്നും നാദിർ ഷാ പറയുന്നു. ആദ്യമായി സംഗീത സംവിധായകനായതിനെപ്പറ്റി താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. മീനാക്ഷി കല്യാണം എന്ന സിനിമയിലാണ് ആദ്യമായി സംഗീത സംവിധാനം ചെയ്യുന്നത്. ജോസ് തോമസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു പാട്ട് ദാസേട്ടനെ കൊണ്ട് പാടിക്കാനും സാധിച്ചു. അന്നൊക്കെ ചെന്നൈയിൽ വെച്ചാണ് പാട്ടിൻ്റെ റെക്കോർഡിംഗ് നടക്കുക. അമേരിക്കയിലുള്ള ദാസേട്ടൻ അവിടെ നിന്ന് ചെന്നൈയിൽ വന്നു പാടും. റെക്കോർഡിങ്ങിൻ്റെ ദിവസം ഞാൻ പോയിരുന്നില്ല. പകരം പാട്ടിൻ്റെ ട്രാക്ക് ചെന്നൈയിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഈ പാട്ട് തുടങ്ങുന്ന നേരം ദാസേട്ടൻ മാനേജറെ വിളിപ്പിച്ച് സംഗീത സംവിധായകൻ ആരാണെന്ന് അന്വേഷിച്ചു. നാദിർ ഷാ ആണെന്ന് പറഞ്ഞപ്പോൾ ആ മിമിക്രിക്കാരനോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മാത്രമല്ല ആ പാട്ട് പാടാതെ മാറ്റിവെക്കുകയും ചെയ്തു. ശേഷം ഇങ്ങനെയൊരു സിനിമയുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയോ എന്നൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ മാനേജർ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് ഓക്കെ പറഞ്ഞു. അതിനുശേഷമാണ് ദാസേട്ടൻ വന്നു പാടിയത്. പിന്നീടൊരിക്കൽ ദാസേട്ടനോട് അന്ന് ഈ പാട്ട് പാടാതെ മാറ്റിവെച്ചതിന് കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അടുത്ത ഓണത്തിന് നീയെങ്ങാനും യേശുദാസ് പാടിയ പാരഡി ഗാനം എന്ന് പറഞ്ഞ് ഇറക്കിയാലോ എന്ന് കരുതിയിട്ടാണ് അന്ന് പാട്ട് മാറ്റിവെച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ഇതേ ദാസേട്ടനെ വെച്ച് നിരവധി സ്റ്റേജ് ഷോകൾ സംവിധാനം ചെയ്തു. എൻ്റെ സംഗീതത്തിൽ 3 സിനിമകളിൽ അദ്ദേഹം പാടി. മാത്രമല്ല ഒരുപാട് വേദികളിൽ അദ്ദേഹത്തോടൊപ്പം പാടാനും സാധിച്ചെന്ന് നാദിർ ഷാ പറയുന്നു.